ഉത്തരമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ നയനയാണ് തനിക്ക് ബ്ലഡും കരളും തന്നതെന്ന് ദേവയാനി തിരിച്ചറിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നവ്യയെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നവ്യ നയനയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നയനയുടെ വീട്ടിലേക്കും ദേവയാനിയെ അനന്തപുരിയിലേക്കുമായിരുന്നു കൊണ്ടുപോയത്. അങ്ങനെ അനന്തപുരി ദേവയാനിയുടെ കാര്യം നോക്കുന്നത് നവ്യയും ജലജയും ജാനകിയും കൂടിയിട്ടാണ്. ആ സമയം അനാമികയാണെങ്കിൽ തനിക്ക് തലവേദനയാണ്, സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയെ നോക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. നവ്യാണ് കൂടുതൽ സമയം ദേവയാനിയെ നോക്കുന്നത്. ജലജയും ജാനകിയും കൂടിയാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരിക്കൽ നവ്യ നയനയെ വിളിച്ച് സംസാരിക്കുകയാണ്. നയന, നിനക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭേദമായി വരുന്നുണ്ട് എന്നൊക്കെ നയന പറയുന്നുണ്ട്. അവിടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അനാമികയില്ലേ, ഒരു നേരം പോലും വല്യമ്മയുടെ കാര്യം നോക്കുന്നില്ല, എപ്പോഴും ക്ഷീണം തളർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാലും വല്യമ്മയ്ക്ക് ആ അനാമികയോടാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ നവ്യ പറയുകയാണ്. അതൊന്നും ശ്രദ്ധിക്കേണ്ട ചേച്ചി, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അമ്മയ്ക്കെല്ലാം ഒരിക്കൽ മനസ്സിലാകുന്ന ഒരു കാലം വരും. അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നൊരൊറ്റ ഉദ്ദേശമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി എന്നൊക്കെ പറയുകയാണ് നയന. നവ്യ ഫോണിലൂടെ പറയുന്നതെല്ലാം ദേവയാനി കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മായിമ്മ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് ദേവയാനി. ഇവിടെ നവ്യ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണ് ദേവയാനി. നവ്യ തുടർന്ന് പറയുന്നുണ്ട്, നീ നിന്റെ അമ്മായിമ്മയ്ക്ക് ആദ്യം ബ്ലഡ് കൊടുത്തു, അതും അവരറിഞ്ഞിട്ടില്ല, ഈ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല, എന്നിട്ട് അവർ നിന്നെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അവർക്ക് നീ നിന്റെ ജീവൻ പോലും നിന്റെ കരൾ പോലും അവർക്ക് പകുത്തു നൽകി, അതും അവരറിഞ്ഞില്ല. ഈ ലോകത്ത് അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. നിന്നെക്കുറിച്ച് അവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവർ മാത്രമല്ല, ഈ വീട്ടിൽ പലരും പറയുന്നുണ്ട് നിനക്ക് ജോലി ചെയ്യാൻ മടിയായത് കൊണ്ടാണ് നീ ഇവിടെ നിന്ന് പോയത് എന്നൊക്കെയാണ് പറയുന്നത്. നിന്റെ നന്മ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടടി. നിന്റെ അമ്മായിമ്മ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആരും ഒട്ടും പറയാനും ഒരുങ്ങുന്നില്ല. എന്നാൽ ഇതെല്ലാം കേട്ട ദേവയാനിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിക്കുകയാണ്. അങ്ങനെ ദേവയാനി മനസ്സിലാക്കുകയാണ് നയനയാണ് തനിക്ക് ബ്ലഡ് നൽകിയതെന്നും കരള് പകുത്തു നൽകിയതെന്നും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന ചിന്ത ദേവയാനിയുടെ ഉള്ളിൽ വരികയാണ്. പിന്നീട് നവ്യ പറയുന്നുണ്ട്, വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വളരെ ലേറ്റായിട്ടാണ് വല്യമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ കഴിയാറുള്ളത്, അതുകൊണ്ട് തന്നെ മരുന്ന് വളരെ ലേറ്റായിട്ടാണ് കഴിക്കാറുള്ളത്. അവർ 3 പേരും അടുക്കളയിൽ കയറിയിട്ടും കാര്യങ്ങളൊന്നും നല്ലപോലെ നടക്കാറില്ല. അതുകൂടാതെ അനാമികയാണെങ്കിൽ എപ്പോഴും തലവേദനയാണെന്ന് പറഞ്ഞു കിടക്കും. പിന്നീട് ഞാൻ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ശ്രദ്ധിക്കണം, ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ശ്രമിക്കും, ഈ അവസരം എന്തായാലും അവർ ഉപയോഗിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ നവ്യ നയനയോട് പറയുകയാണ്, അന്ന് അനാമിക പാലിൽ വിഷം കലക്കിയതിന് ശേഷം അവർ തന്ന ഒന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച സാധനത്തിൽ നിന്ന് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ, നീ പോയതിൽ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അതുകൂടി കേട്ടപ്പോൾ അനാമികയാണ് പാലിൽ വിഷം കലക്കിയത് എന്ന കാര്യം ദേവയാനി മനസ്സിലാക്കുകയാണ്. അനാമികയ്ക്ക് ഇത്രയും ക്രൂരമായ മനസ്സുണ്ടോ എന്നൊക്കെ ഓർത്ത് ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് ദേവയാനി. പിന്നീട് നവ്യ നയനയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അനാമിക എന്തൊക്കെ ചെയ്താലും ഇവിടെ ആർക്കും കുഴപ്പമില്ല, ഞാനോ നീയോ എന്തെങ്കിലും ചെയ്താലാണ് കുഴപ്പം. നമ്മൾ പാവപ്പെട്ടവരല്ലേ, പണമൊന്നും ഇല്ലാത്തവരല്ലേ, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അനാമിക പണമുള്ള വീട്ടിൽ നിന്ന് വന്നതായത് കൊണ്ട് അവൾ എന്ത് ചെയ്താലും ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. പിന്നീട് നവ്യ പറയുകയാണ്, എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്, എൻ്റെ ഒരു ബുദ്ധിദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പെട്ടെന്ന് പണക്കാരിയാകണമെന്ന് കരുതി ആദർശേട്ടനെ വളച്ച് എൻ്റെ വഴിയിലാക്കിയത്, എന്നിട്ട് അബിയുടെ കൂടെ ഒളിച്ചോടുകയും ചെയ്തു, അതുകൊണ്ടല്ലേ നിനക്ക് ആദർശേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. എല്ലാം എൻ്റെ തെറ്റാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റിന് നീ ബലിയാടാവുകയായിരുന്നു. പാവം നന്ദു ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അനിയല്ലേ നന്ദുവിൻ്റെ പിറകെ നടന്നത്, പിന്നെ അവർ പരസ്പരം സ്നേഹിച്ചു പോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കും എനിക്കൊക്കെ നല്ല ജീവിതം കിട്ടുമായിരുന്നു എന്നൊക്കെ നവ്യ നയനയോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നയന പറയുകയാണ്, അതൊക്കെ വിട് ചേച്ചി, ഇപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ ആദർശേട്ടൻ നല്ല രീതിയിലാണ് ഇപ്പോൾ നോക്കുന്നത്, നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ആദർശേട്ടൻ നല്ലപോലെ നോക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നവ്യ പറയുകയാണ്, നിനക്ക് ആദർശേട്ടനെങ്കിലും കൂടെയുണ്ട്, എനിക്കാണെങ്കിൽ അബി ഒരു കാര്യത്തിന് കൂടെ നിൽക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ പോലും അബി അംഗീകരിച്ചിട്ടില്ല, എപ്പോൾ വേണമെങ്കിൽ ജീവൻ നഷ്ടപ്പെടാം എന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അബിയുടെ കൂടെ കിടക്കുമ്പോൾ പോലും എനിക്ക് നല്ല പേടിയാണ്, എപ്പോൾ വേണമെങ്കിൽ അവൻ എന്നെ കഴുത്ത് നെരിച്ച് കൊല്ലും എന്ന പേടിയാണ് എനിക്ക് എന്നൊക്കെ നവ്യ സങ്കടത്തോടെ ഞാനോട് പറയുന്നുണ്ട്. സാരമില്ല ചേച്ചി, എല്ലാം ശരിയാകും, എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നൊക്കെ ഞാൻ നവ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ദേവയാനിയാണെങ്കിൽ ആകെ വിഷമത്തോടെ റൂമിലേക്ക് പോകുന്നുണ്ട്.
ആ സമയം നവ്യ നയനയോട് പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ ഞാൻ ഫോൺ വെക്കുകയാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് നവ്യ. ആ നവ്യ ദേവ്യാനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവ്യാനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എന്താ വല്യമ്മേ, എന്ത് പറ്റി? വല്യമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ നവ്യ, എനിക്ക് ബ്ലഡ് നൽകിയ കുട്ടിയില്ലേ, ആ കുട്ടി ആരാണ് എന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവ്യാനി. അത് വല്യമ്മേ, അതെനിക്ക് അറിയില്ല. അതിവിടെ ആകെ ജയച്ചനും ആദർശേട്ടനും മാത്രമേ അക്കാര്യം അറിയുകയുള്ളൂ. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അതൊരു പെൺകുട്ടിയാണെന്നും വിവാഹം കഴിഞ്ഞതാണെന്നും നമ്മുടെ നയനയുടെ പ്രായമുണ്ടാകും എന്നല്ലാതെ വേറെ ഒരു കാര്യവും എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോൾ ദേവ്യാനി ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് കരൾ തന്നതോ? കരൾ തന്നതും ആ കുട്ടി തന്നെയാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ദേവ്യാനി പറയുകയാണ്, അതെന്തായാലും വലിയ അത്ഭുതമാണ്. വിവാഹം കഴിഞ്ഞൊരു കുട്ടി ജീവൻ പണയം വെച്ചാണ് ആ കുട്ടി ഇങ്ങനെയൊരു ത്യാഗം എനിക്ക് ചെയ്തു തന്നത്. അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്ത ആ കുട്ടിയെ എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, ഇനിയിപ്പോൾ താൻ നയനയോട് ഫോണിൽ സംസാരിച്ചത് വല്യമ്മ കേട്ടോ എന്ന സംശയത്തിലാണ് നവ്യ. ഇനിയിപ്പോൾ വല്യമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ നന്നായി, എന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അനാമികയെ കാണുമ്പോൾ ദേവ്യാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ദേവ്യാനിയെ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, എന്താ വല്യമ്മേ, വല്യമ്മയ്ക്ക് വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അനാമികയോട് ദേവ്യാനി പറയുകയാണ്, നീ പോയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവാ, എണ്ണയും കൊണ്ടുവരണം, എനിക്ക് കുളിക്കണം എന്നൊക്കെ പറയുകയാണ്. അതിന് വല്യമ്മേ, റൂമിൽ ഹീറ്റർ ഉണ്ടല്ലോ, നമുക്ക് അതിൽ നിന്ന് ചൂടാക്കാം എന്നൊക്കെ അനാമിക പറയുമ്പോൾ, റൂമിൽ ഹീറ്റർ കേടായിരിക്കുകയാണ് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട്. വല്യമ്മേ, എനിക്ക് തലവേദനയാണ്, ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ചൂടാക്കിയിട്ട് തരാം, വല്യമ്മയെ കുളിപ്പിക്കാൻ വേണ്ടി ജാനകി വല്യമ്മയോട് പറയാം എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ദേവ്യാനി പറയുകയാണ്, എന്നാൽ ശരി, നീ എന്തായാലും എനിക്ക് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ എടുത്തു താ എന്നൊക്കെ പറയുകയാണ്. ആ സമയം അനാമികൻ ചിന്തിക്കുകയാണ്, എന്താണ് ഇവർ വേലക്കാരിയോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്നത്?